أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله اللهم صل وسلم وبارك عليه. നമ്മളിനി പറയാൻ പോകുന്നത് രണ്ടാമത്തെയും അതുപോലെ മൂന്നാമത്തെയും ബാബ് റുബായി മസീദ് ഫീഹിയിലെ രണ്ടും മൂന്നും ബാബുകൾ. ഇതോടുകൂടെ ഫിഇലുകളുടെ ഒരു ഡിസ്കഷൻ പൂർണ്ണമാകും. അസ്ലിൽ 4 അക്ഷരമുണ്ടാവുകയും അതിൽ അതോടൊപ്പം 2 അധികമായി വരികയും ചെയ്യുന്ന 2 ഐറ്റം ഫീലുകളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്ന് ഇഫ് അൻ ലല. ശ്രദ്ധിക്കണേ, ഇഫ് അൻ ലല. ഇതിൽ ഒന്നാമത്തെ അക്ഷരമാകുന്ന അലിഫും പിന്നെ 4ാമത്തെ അക്ഷരമാകുന്ന നൂനും സായിദയാണ്. മറ്റേത് ഫഅലല എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനപരമായ ലെറ്റേഴ്സുകൾ 4 എണ്ണം. അപ്പം 4 അടിസ്ഥാനപരമായ ലെറ്ററുകളും 2 ലെറ്ററുകളും കൂടി സായിദയായ ലെറ്ററുകളും കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഇഫ് അൻ ലല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടെ അതിൻ്റെ മുലാരി നോക്ക് നിങ്ങൾ. യഫ് അൻ ലിലു, ഇഫ് ഇൻ ലാലൻ ഫഹുവ മുഫ് അൻ ലിലുൻ. അപ്പം അതിൻ്റെ മഅറൂഫായ രൂപമാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് ഇഫ് അൻ ലല, അതിൻ്റെ മഅറൂഫ് മാളി മഅറൂഫ്. ഇത് നമുക്ക് എങ്ങനെ സർഫാക്കാൻ പറ്റും? ഇഫ് അൻ ലല, ഇഫ് അൻ ലല, ഇഫ് അൻ ലലു, ഇഫ് അൻ ലലത്ത്, ഇഫ് അൻ ലലത്ത, ഇഫ് അൻ ലൽന. അങ്ങനെ നമുക്ക് സർഫാക്കിയിട്ട് മാളിയുടെ ഫോമുകൾ സർഫാക്കാൻ പറ്റും. യഫ് അൻ ലിലു, യഫ് അൻ ലിലു, യഫ് അൻ ലിലാനി, യഫ് അൻ ലിലൂന, തഫ് അൻ ലിലു, തഫ് അൻ ലിലാനി, യഫ് അൻ ലിൽന, തഫ് അൻ ലിലു, തഫ് അൻ ലിലാനി, തഫ് അൻ ലിലൂന. അങ്ങനെ സർഫാക്കിയിട്ട് അങ്ങനെ പോകും. ഇനി അതിൻ്റെ ഇസ്മു ഫായില് മുഫ് അൻ ലിലുൻ, മുഫ് അൻ ലിലുൻ, മുഫ് അൻ ലിലാനി, മുഫ് അൻ ലിലൂന, മുഫ് അൻ ലിലത്തുൻ, മുഫ് അൻ ലിലത്താനി, മുഫ് അൻ ലിലാത്തുൻ. ഇത് വളരെ അപൂർവമായിട്ടേ ഈ ഒരു ബാബു വരികയുള്ളൂ. എല്ലാം ക്ലിയറായിട്ട് പൂർണ്ണമായി നമ്മൾ സുലാസി മുജറദുകളും സുലാസി മസീദ് ഫീഹിയും വരുന്നത് പോലെ ഇവകൾ വരില്ല. ക്ലിയർ അല്ലേ? വോയിസ് കേൾക്കുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ, ആ ഇവിടെ കണക്ഷൻ ലോസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ചോദിച്ചു. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി എൻ്റെ മജ്ഹൂല്, ഇതിന് മജ്ഹൂൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മജ്ഹൂല് സർഫാക്കുന്ന രൂപം കൂടി ഒന്ന് പറയും, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. മജ്ഹൂല് ഉപയോഗത്തിലില്ല. ചില ഇംഗ്ലീഷിലുള്ള ചില ടെൻസുകളുടെ ഫോമുകൾ നമ്മൾ പഠിക്കുമല്ലോ, പാസീവ് വോയിസിൻ്റെ മജ്ഹൂലിൻ്റെ ഫോമുകൾ പഠിക്കും. പക്ഷെ അത് എന്തിലുണ്ടാവില്ല? പ്രയോഗത്തിലോ ഉപയോഗത്തിലോ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇവിടെ വഫുഉൻ ലില, ഉഫ്ഉൻ ലില എന്ന വരിക. ഉഫ്ഉൻ ലില, യുഫ്അൻ ലലു, ഇഫ്ഇൻ ലാലൻ ഫഹുവ മുഫ്അൻ ലലുൻ. ഇസ്മു മഫ്ഊൽ നോക്ക് നിങ്ങൾ. മുഫ്അൻ ലലുൻ. അൽ അംറു മിൻഹു ഇഫ്അൻ ലിൽ വന്നഹിയു ലാ തഫ്അൻ ലിൽ. ഇഫ്അൻ ലിൽ വന്നഹിയു ലാ തഫ്അൻ ലിൽ. അതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇഹ്റഞ്ചമ, ഇഹ്റഞ്ചമ, ഹർജമ എന്നാണ് അതിൻ്റെ റുബായി അസ്ലിയായിട്ട് വരെ, ഹർജമ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? അതിലൊരു അലിഫും
ഒരു നൂനും അധികം വന്നപ്പോൾ ഇഹ്റഞ്ചമ യഹ്റഞ്ചിമു യഹ്രിൻജാമൻ ഫഹുവ മുഹ്റഞ്ചിമുൻ. വഹ്റുഞ്ചിമ യുഹ്റഞ്ചമു യഹ്രിൻജാമൻ ഫഹുവ മുഹ്റഞ്ചമുൻ. അൽ അംറു മിൻഹു ഇഹ്റഞ്ചിം വന്നഹിയു ലാ തഹ്റഞ്ചിം. അപ്പോൾ 4 അസ്ലിയായ ലെറ്ററുകളും 2 സായിദയായിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അത് 1 ക്ലിയർ ആണ്? അത് ഓക്കെ ആണോ സുബൈർ? അടുത്തത് കൂടി പറയാം നമുക്ക്. അൽ ബാബു സാലിസ്, 3ാമത്തെ ബാബ്. ഇഫ് അലല്ല, ഇതിൽ ഒരു തുടക്കത്തിലൊരു അലിഫും പിന്നെ അവസാനത്തതിലെ ഒരു ലാമും. അവസാനത്തതിലെ ലാം ഫീലായിട്ട് വരുന്ന ഒന്നും അധികമാണ്. അതിൻ്റെ ഉദാഹരണം നോക്കുന്നത് ഇക്ശഅറ, കശ്അറ എന്ന ഫീൽ ഉണ്ടാകുക. കശ്അറ റുബായി മുജറദ് കശ്അറ. അപ്പോൾ അതിലേക്ക് 2 അക്ഷരം സായിദയായിട്ട് വന്നപ്പോൾ ഇക്ശഅറ എന്നായി മാറി. തുടക്കത്തിലൊരു അലിഫും അവസാനത്തിലൊരു ലാം ഫീലിൻ്റെ സ്ഥാനത്ത് വരുന്ന അക്ഷരവും. അതായത് ഇവിടെ റ ആണ് വന്നിരിക്കുന്നത്. ഇഫ് അലല്ലയിലെ ലാമാണ്. ഇഫ് അലല്ല യഫ് അലില്ലു ഇഫ് ഇല്ലാലൻ ഇഫ് ഇല്ലാലൻ ഫഹുവ മുഫ്അലില്ലുൻ. വഫുഉലില്ല യുഫ്അലല്ലു ഇഫ് ഇല്ലാലൻ ഫഹുവ മുഫ്അലല്ലുൻ. അൽ അംറു മിൻഹു ഇഫ് അലില്ല വന്നഹിയു ലാ തഫ്അലില്ല. ഇവിടെ ഇഖ്ശഅറ യഖ്ശഇറു ഇഖ്ശിറാറൻ ഫഹുവ മുഖ്ശഇറുൻ. വഖ്ശുഇറ യുഖ്ശഅറു ഇഖ്ശിറാറൻ ഫഹുവ മുഖ്ശഅറുൻ. അൽ അംറു മിൻഹു ഇഖ്ശഅറ വന്നഹിയു ലാ തഖ്ശഅറ. വന്നഹിയു ലാ തഖ്ശഅറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റുബായി മുജറദ് 1, ദഹറജ യുദഹരിജു ആണ് റുബായി മുജറദ് ഒറ്റ ബാബ്. റുബായി മസീദ് ഫിഹി 3, തദഹറജ യതദഹറജു 1, അതിൽ 1 അക്ഷരം അധികം, 2 അക്ഷരം അധികമുള്ളത് 2. യഹ്റഞ്ചമ യഹ്റഞ്ചിമു യഖ്ശഅറ യഖ്ശഇറു. ഈ റുബായിയിൽ 4 അതുപോലെ സുലാസി മുജറദിൽ 5, സുലാസി മസീദ് ഫീഹിയിൽ 14. അപ്പോൾ 5ഉം 14ഉം 19ഉം ഇവിടെ റുബായി മുജറദിൽ 1 20ഉം പിന്നെ 23. അങ്ങനെ 23 ബാബുകളാണ് ഉണ്ടാവുക മൊത്തത്തിൽ. അറബി ഭാഷയിൽ ഫിഅലുകൾ ഈ 23 രൂപത്തിൽ വരും. എല്ലാം ഒരേ അളവിൽ വന്നുകൊള്ളണമെന്നില്ല. കൂടുതലും സുലാസി മുജറദും മസീദ് ഫീഹിയുമാണ് വരിക. ആ മസീദ് ഫീഹിയിൽ തന്നെ എല്ലാം ഒരേ രൂപത്തിൽ വന്നോളണമെന്നില്ല. പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റ വ്യത്യാസങ്ങളുണ്ടാവും. റുബായി മുജറദും റുബായി മസീദ് ഫീഹിയും വളരെ കുറഞ്ഞ ഫീലുകളേ ഉള്ളൂ. എണ്ണുമ്പോൾ നമ്മളൊരു ഒരു വിധത്തെ കൂട്ട് ചേർക്കുന്ന സമയത്ത് എല്ലാം എണ്ണണമല്ലോ. അങ്ങനെ അറബി അക്ഷരം, അറബി കലിമത്തുകളിലെ, അറബി കലാമിലെ പദങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഫിഇലിൻ്റെ ഭാഗത്ത് വരുന്ന ഈ 23 ബാബുകളാണ് ഉണ്ടാവുക. 23 ബാബുകൾ. ഓക്കെ ആണോ? ആ 23 ബാബ് നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ സുബൈർ? ഇവിടെ ക്ലിയർ അല്ലേ സുബൈറ? കേൾക്കുന്നില്ലേ? നെറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇവിടെ മഴ പെയ്യുന്നുണ്ട്, ചിലപ്പോൾ നെറ്റ് സ്ലോ ആയിരിക്കും. ക്ലിയർ കേൾക്കുന്നില്ലേ ചോദിക്കാം. കേൾക്കുന്നു.
ഇത്തരം ഈ ബാബുകളാണ് ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ച് കുറഞ്ഞ അഭ്യാസങ്ങളൊന്ന് പറയാം, അതുകൂടി പറയാം. കം ബാബൻ ലി റുബാഇയിൽ മുജറദി, റുബായി മുജറദിന് എത്ര ബാബുണ്ട്? എത്ര ബാബ റുബായി മുജറദിന്? എത്ര ബാബ സുബൈറെ? റുബായി മുജറദിന് എത്ര ബാബ? ഒന്ന്, ഒറ്റ ബാബ്. ദഹറജ യുദഹരിജു, ഫഅലല യുഫഅലിലു. മറന്നു വരുതേ. കം ബാബൻ ലിർ റുബാഇയിൽ മസീദ് ഫീഹി, റുബായി മസീദ് ഫീഹിക്ക് എത്ര ബാബാണ്? വമാഹിയ, അവകൾ ഏതെല്ലാം? എത്ര ബാബ? കേൾക്കുന്നില്ലേ? 3 എണ്ണം, 3 ബാബ്. ഏതൊക്കെയാണ്? ഒന്ന് തഫഅലല എന്ന് പറഞ്ഞില്ലേ നമ്മൾ, തഫഅലല. പിന്നൊന്ന് ഇഫ്അലല, ഇഫ്അലല്ല. ഇങ്ങനെ 3 ബാബ് റുബായി മസീദ് ഫീഹിക്കും 1 ബാബ് റുബായി മുജറദിനും. ഇവിടെ ഓക്കെ അല്ലേ? സോൽ സാറേ, നമ്മള് ബാബുകൾ എന്ത് ചെയ്തു? ഇപ്പോൾ കഴിഞ്ഞു. ഏത്? സുലാസി മുജറദും സുലാസി മസീദ് ഫീഹിയും റുബായി മുജറദും റുബായി മസീദ് ഫീഹി ഇപ്പോൾ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞു. ഇനി 2 ബാബുണ്ട്. 2 ബാബ് എന്ന് പറഞ്ഞാൽ അത് ഈ പറയപ്പെട്ട മുകളിൽ പറയപ്പെട്ട 23 ബാബുകളുണ്ടല്ലോ. സുലാസി മുജറദിലെ 5 എണ്ണവും തുലാസി മസീദ് ഫീഹിയിലെ 14 എണ്ണവും, 14 5 19. റുബായി മുജറദിലെ 1 19 1 20. റുബായി മസീദ് ഫീഹിയിലെ 3 24. ഈ 23 ബാബുകളിലെ 2 ബാബുകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ വേറെ ഒരു രൂപം സ്വീകരിക്കും. അതാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. സുമ്മ ബാബാനി ഫി സുലാസിയി, സുലാസിയിൽ മസീദ് ഫീഹി, സുലാസി മസീദ് ഫീഹിയിലെ 2 ബാബുകൾ. അഹദുഹുമ, അവ രണ്ടിൽ നിന്നും ഒന്ന് മുൻഖലിബുൻ മിൻ തഫഅല, തഫഅലയിൽ നിന്നും മാറി മറിഞ്ഞു വന്നതാണ്. തഫഅല എന്നൊരു ബാബ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 5 അക്ഷരം ഉള്ളത്. 3 അസ്ലിയും 2 സായിദയും കൂട്ടിയിട്ട് 5 അക്ഷരം ഉള്ളത്. അതുപോലെ വസാനി രണ്ടാമത്തത് മുൻഖലിബുൻ മിൻ തഫഅല, തഫഅലയിൽ നിന്നും മാറി വന്നതാണ്. തഫഅല എന്നതിൽ നിന്നും മാറി മറിഞ്ഞു വന്ന 2 ബാബുകളുണ്ട്. അപ്പോൾ ഈ 23 കൂടെ അതുകൂടി നമ്മളൊന്ന് ചേർക്കണം, സ്വതന്ത്രമായിട്ടല്ല. അപ്പോൾ മൊത്തം 25 ആയി. ഇപ്പോൾ അതാ തഫഅലയുടെയും തഫാഅലുടെയും കീഴിൽ വരുന്നതാണ്. നഹ്വു ഏതുപോലെ? ഇസ്സഖല,
തസക്കല എന്നുണ്ടാകുക. ശ്രദ്ധിക്കണേ, തസക്കല. അവിടെ എന്ത് ചെയ്തു എന്നറിയോ നിങ്ങള്? ഈ ഫാ ഫിഇല്, ഫാ സായ്, അതുപോലെ അങ്ങനത്തെ കുറച്ച് അക്ഷരങ്ങളായി വന്നാൽ, അതുപോലെ സ്വാദ്, താ, അങ്ങനത്തെ കുറച്ചൊരു 10-11 ലെറ്റേഴ്സ് ഉണ്ട്. ആ 11 ലെറ്ററുകളിൽ ഒന്ന് ഫാ ഫിഇലായി വന്നാൽ അവിടെയുള്ള താ ഉണ്ടല്ലോ, ഇപ്പൊ തസക്കല എന്നുണ്ടാകുക. അവിടെ ഇസക്കലക്ക് അവിടെ ശരിക്കും ഓൾറെഡി തസക്കല എന്നുണ്ടാകുക. സാ എന്ന അക്ഷരമായി ഫാ ഫീല് വന്നപ്പോൾ അവിടെയുള്ള താഇനെ സാ ആക്കിയിട്ട് മറിച്ചു, എന്നിട്ട് അതിൽ ഇദ്ഗാം ചെയ്തു, സക്കല എന്നായപ്പോൾ. അപ്പൊ സുക്കൂന് കൊണ്ട് തുടങ്ങൽ പ്രയാസമായപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു അലിഫ് കസറാക്കപ്പെട്ടിട്ട് അലിഫും കൊടുത്തു. അപ്പോൾ ഇസക്കല എന്നായി മാറി. ഇസക്കല ശരിക്ക് തസക്കല എന്നുണ്ടാകുക. അത് അതിൻ്റെ ഫാ ഫീല് സാ ആയപ്പോൾ ആ താഇനെ മറിച്ച് സാ ആക്കുകയും സാഇനെ അതിൽ ഇദ്ഗാം ചെയ്യുകയും ചെയ്തു. തുടക്കത്തിൽ ഒരു അലിഫിനെ കസർ വെക്കപ്പെട്ട രൂപത്തിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇസക്കല യസക്കലു ഉണ്ടോ, തഫഅല യതഫഅലു, അവിടെ യതഫഅലു എന്നുള്ള സ്ഥാനത്താണ് യസക്കലു നയിക്കുന്നത്. അപ്പോൾ ഇസക്കല യസക്കലു ഇസക്കുലൻ ഫഹുവ മുസക്കിലുൻ, ഉസ്സുക്കില യുസക്കലു ഇസക്കുലൻ ഫഹുവ മുസക്കലുൻ, അൽ അംറു മിൻഹു ഇസക്കൽ വന്നഹിയു ലാ തസക്കൽ. അതിപ്പോൾ ഒന്നാമത്തത്. ഇനി മറ്റേ നോക്ക് നിങ്ങൾ, തസാക്കല എന്നാണെങ്കിലോ, തസാക്കല, തസാക്കല ഗാന്ധിജിയുടെ ഞാൻ തരാം. തസാക്കല യതസാക്കലു അവിടെ വരിക. അവിടെ തസാക്കല എന്നുള്ളടത്ത് എന്ത് ചെയ്തു? നമ്മൾ താഇനെ മറിച്ച് സാ ആക്കി. അപ്പോൾ എന്നിട്ട് ഒരു അലിഫ് തുടക്കത്തിൽ ഒരു അലിഫ് കസർ വെക്കപ്പെട്ട് പറയും കൊടുത്തുകയും ചെയ്തു. അപ്പോൾ ഇസ്സാക്കല യസ്സാക്കലു, തഫാഅല യതഫാഅലു, ഇസ്സാക്കല യസ്സാക്കലു ഇസ്സാഖുലൻ ഫഹുവ മുസാഖിലുൻ, വസ്സൂഖില യുസ്സാഖലു, ഉസ്സൂഖില എന്നുണ്ടാകുക. ഇടയിൽ പറഞ്ഞപ്പോൾ ആലിഫ് സൈലന്റ് ആയതാണ്. അപ്പോൾ വസ്സൂഖില യുസ്സാഖലു ഇസ്സാഖുലൻ ഫഹുവ മുസാഖലുൻ, അൽ അംറു മിൻഹു ഇസ്സാഖൽ വന്നഹിയു ലാ തസാഖൽ. അപ്പോൾ ഈ രണ്ട് ബാബുകളും തഫഅല എന്ന 5 അക്ഷരമുള്ള സുലാസി മസീദ് ഫീഹിയിൽ അതിൻ്റെ കീഴിൽ വരുന്ന, അത് മാറി മറിഞ്ഞു വന്നതാണ്. മാറി മറിഞ്ഞു വന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പെടുത്തുക, പിരിഞ്ഞു വന്നത്, അതിൽ നിന്നും പിരിഞ്ഞുണ്ടായത് എന്നുള്ള രൂപത്തിൽ. അപ്പൊ 23 അസ്ലിയായ ബാബുകളും 2 മാറി മറിഞ്ഞുണ്ടായതും കൂടി 25 ബാബുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ ആണോ? ക്ലിയർ ആണോ സുബൈറെ? ഇനിയും ചില ബാബുകളും ഇതൊക്കെ നിയമത്തിനെതിരായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ഭാഷയാണെങ്കിലും എല്ലാ നിയമങ്ങളോടും യോജിച്ചുകൊണ്ട് പൂർണ്ണമായ പെർഫെക്ഷനോടുകൂടെ വരുന്നതുണ്ടാകും. എന്നാൽ ചില ആളുകൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വെറൈറ്റികൾ ഉണ്ടാവും. അതേപോലെ അറബിയിലും ഉണ്ട്. ഇതാണ് ഇപ്പം ഈ പറഞ്ഞ ഭാഗങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ബാബുകളായിട്ട് നമുക്ക് പഠിക്കാനും ഉള്ളത്. അടുത്ത ക്ലാസ്സോടുകൂടെ നമ്മൾ ഈ കിതാബ് അവസാനിക്കും. അത് വ്യത്യസ്ത ഈ ലഈഫായ ലെറ്ററുകൾ കൂടിയുള്ള ഭാഗം കൂടി പറഞ്ഞ് നമ്മൾ ഈ കിതാബ് ചുരുങ്ങിയ രൂപത്തിൽ അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ്
അപ്പം നമ്മുടെ ഫിഇലുകളെ കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. അത് ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യമാണ്. ഖുർആനിലേക്കൊന്ന് നോക്കാം നമുക്ക്. കാണുന്നുണ്ടോ? നോക്കേ, ഒന്നാമത്തെ ആയത്ത് നോക്ക്. തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമല്ലാഹു വ റഫഅ ബഅദഹും ദറജാത്ത് വ ആതൈനാ ഈസ ഇബ്ന മർയമൽ ബയ്യിനാതി വ അയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ് വലൗ ശാഅ അല്ലാഹു മഖ്തതലല്ലദീന മിൻ ബഅദിഹിം മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാതു വലാകിൻ ഇഖ്തലഫു ഫമിൻഹും മൻ ആമന വമിൻഹും മൻ കഫറ വലൗ ശാഅ അല്ലാഹു മഖ്തതലു വലാകിന്ന അല്ലാഹ യഫ്അലു മാ യുരീദ്. ഇപ്പൊ നോക്ക് നിങ്ങൾ ഇവിടെ കണ്ടോ, നിങ്ങൾ ഫളൽന നമ്മൾ പഠിച്ച സുലാസി മസീദ് ഫീഹിയാണ് അല്ലേ സുബൈറ? ഏതാണത്? ഏത് ബാബാണത്? ഫളൽന എന്നുള്ളത് ഫഅല. ഫഅല എന്ന മാദി നീണ്ട് അവസാനം പോയപ്പോൾ എത്തിയതാണ്. ഫളൽന ഫളൽന ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമല്ലാഹ്. ആണോ? അവിടെയും കണ്ടോ കല്ലമ. അതേതാ? അതും ഇതേപോലെ അല്ലേ? ഫഅല. ഇനി നോക്ക്, ഇത് സുലാസി മസീദ് ഫീഹിയാണ് ഈ രണ്ട് ഫീലും. ഇനി വ റഫഅ ബഅദഹും ദറജ, അതിലുണ്ട് റഫഅ. അത് സുലാസി മുജറദാണോ മസീദ് ഫീഹിയാണോ? മുജറദാണ്. റഫഅ എന്തതിന്റെ അർത്ഥം? റഫഅ ഉയർത്തി. ചില ആളുകളെ, ചില നബിമാരെ ചില പദവികൾ നൽകി ഉയർത്തി. വ ആതൈന ഈസ ഇബ്ന മർയമൽ ബയ്യിനാതി വ ആതൈന, അത് സുലാസി മുജറദാണോ മസീദ് ഫീഹിയാണോ? അതേതാ? സുലാസി മസീദ് ഫീഹിയാണോ? ആതൈന. ആതൈന ഫാഅല ബാബാണത് കേട്ടോ. ഫാഅല ഫാഅല യുഫാഇലു. ഫാഅൽന നാം നൽകി. അത്താന്നുള്ളതിന്റെ ആത്ത. അത്താന്നുള്ളത് സുലാസി മുജറദ്, ആത്ത എന്നുള്ളത് അതിന്റെ മസീദ് ഫീഹി. ഒരു അലിഫ് അധികം ഉണ്ട്. ആ എന്ന് പറയുമ്പോൾ ഒരു അലിഫ് ഉണ്ട്, അധികം. ആതൈന ഈസ ഇബ്ന മർയമൽ ബയ്യിനാതി വ അയ്യദ്ന. വ അയ്യദ്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ? ഫളൽന എന്ന് പറഞ്ഞ പോലെ കണ്ടില്ലേ? ഫളൽന വ അയ്യദ്ന ഹു ബിറൂഹിൽ ഖുദ്സ്. ക്ലിയർ അല്ലേ സുബൈറ? അഫ്സലെ ഓക്കെ അല്ലേ? ശക്തിപ്പെടുത്തി. നമ്മൾ ഇവിടെ പറയുന്നത് സുലാസിയ നമ്മൾ പഠിച്ച ഫീലുകളൊന്നും പരിചയപ്പെടാണ്. വലൗ ഷാ അല്ലാഹു, അതിലുണ്ട് ഫീല്. ഷാ മൂന്നക്ഷരമുള്ള മുജറദാണ്. പക്ഷെ അതിൻ്റെ ഒരു ബലഹീനതയുണ്ട് ആ ഫീലിന്. ലഈഫായ ഫീല്, മുഅത്തലായ ഫീല് എന്ന് അതിന് പറയാം. അതിൻ്റെ നടുവിലെ ലെറ്റർ അലിഫാണ്.
അജ്വഫാണ്, ഉള്ളു പൊള്ളയായതാണ്. വലൗ ഷാ അല്ലാഹു മഖ്തതലു, ഇഖ്തതലു ആണോ, ഇഖ്തതല ഇഖ്തതല ഇഖ്തതലു, അത് സുലാസി മസീദ് ഫിഹിയാണ്. ഏത് ബാബാന്ന് പറയാൻ പറ്റുമോ? ഏത് ബാബാ? മഖ്തതല ഇവിടെ അല്ലേ, വലൗ ഷാ അല്ലാഹു മഖ്തതല. ഏത് ബാബ വരിക? ഇഫ്തഅല. യെസ്, ഇഫ്തഅല. ഇഫ്തഅല. ഓക്കെ. ഖത്തല എന്നാണ് അതിന്റെ മുജറദായ ഫീൽ വരിക. ഖത്തല, അത് ഇഖ്തതല എന്നായി. അല്ലദീന മിൻ ബഅദിഹിം മിൻ ബഅദി മാ ജാഅതുഹും, ജാഅ അതും അജ്വഫ്, നേരത്തെ പറഞ്ഞ പോലെ, ഷാ പറഞ്ഞ പോലെ. വലാകിൻ ഇഖ്തലഫു, അതോ ഇഖ്തലഫ ഇഖ്തലഫ ഇഖ്തലഫു, അതേതാ ഫീൽ വരിക? സുലാസി മുജറദാണോ, മസീദ് ഫി ആണോ, റുബായി ആണോ, റുബായി മസീദ് ഫി ആണോ? ഇഫ്തഅല. യെസ്, ഇഫ്തഅല ഇഖ്തലഫ. ഫമിൻഹും മൻ ആമന, ആണോ, ആമന ആണോ, ഫമിൻഹും മൻ ആമന വമിൻഹും മൻ കഫറ, കഫറ അതും മാലിയ ഫീല്. ആമന അതും മാലിയാണ്, പക്ഷെ സുലാസി മസീദ് ഫിഹിയാണ്. ഇത് കഫറ സുലാസി മുജറദാണ്, 3 അക്ഷരം തന്നെ അതിലുള്ളൂ. ആമന എന്നുള്ളിടത്ത് 4 അക്ഷരമുണ്ട്. വലൗ ഷാ അല്ലാഹു മഖ്തതലു വലാകിന്നല്ലാഹ യഫ്അലു മാ യുരീദ്. യുരീദു, യഫ്അലു അതൊക്കെ മുളാരിയായ ഫീല്. അറാദ യുരീദു, അറാദ എന്നതിൻ്റെ മുളാരിയാണ് യുരീദു. ഫഅലന്റെ യഫ്അലു. അപ്പോൾ ഒന്ന് സുലാസി മുജറദിന്റെ മുളാരിയാണ്, ഒന്ന് സുലാസി മസീദ് ഫിഹിയുടെ മുളാരിയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅ്തിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ വൽകാഫിറൂന ഹുമുദ്ദാലിമൂൻ. അവിടെ നോക്ക് നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു, ആമന ആമന ആമനു, വിശ്വസിച്ചവരായ ജനങ്ങളെ. അപ്പൊ ആമന സുലാസി മസീദ് ഫിഹിയാണ്. അൻഫിഖൂ അതെന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞാൽ. അൻഫിഖൂ പറയാൻ പറ്റുമോ? മാലിയ, മുലാരിയ, അമ്ര, നഹിയ? ഏതിന്റെ അമ്ര? അമ്ര തന്നെയാണ്, ശരിയാണ്. ഏതിന്റെ അമ്ര? ഏതിന്റെ അമ്ര ആയിരിക്കും അത്? അല്ലല്ല, യൻഫിഖു എന്നുള്ളതാകുമ്പോ അത് എന്താണ്? നഫക യൻഫിഖു അങ്ങനെ വരിക. അപ്പൊ ഇൻഫിഖ് എന്നാണ് അമ്ര വരിക, ഇൻഫിഖു എന്നാണ് അമ്ര വരിക. ഇത് അൻഫിഖു എന്നാണ്, അൻഫിഖു എന്നാണ്. എന്തിന്റെ അമ്ര ആയിരിക്കും അത് വരിക? അൻഫഖ യുൻഫിഖു എന്നുള്ളതിന്റെ അമ്ര.
അൻഫഖ യുൻഫിഖു എന്നതിൻ്റെ നമ്പർ. അപ്പൊ അൻഫിഖ്, അൻഫിഖ, അൻഫിഖു. ഇവിടെ അള്ളാഹു വിളിച്ച് കൽപ്പന നടത്തുന്നത് ആരോടാണ്? ഒരു വിഭാഗം ആളുകളോടാണ്. അപ്പൊ അൻഫിഖ്, അൻഫിഖ, അൻഫിഖു, അതാണ് അൻഫിഖു ബഹുവചനം. നിങ്ങൾ ചെലവഴിക്കൂ. മിമ്മാ റസഖ്നാകും, റസഖ്നാ നാം നൽകിയതിൽ നിന്ന്, കും നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കൂ. റസഖ്നാ മാദിയായ ഫീല്, റസഖ, റസഖ, റസഖു, റസഖത്ത് അങ്ങനെ പോയിട്ട് റസഖ്തു, റസഖ്നാ, റസഖ്തു, റസഖ്നാ. മിൻ ഖബലി അൻ യഅതിയ യൗമുൻ, യഅതിയ, അൻ യഅതിയ മുളാരിയ ഫീൽ നസ്ബി ചെയ്തു. അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅത്തുൻ. ശുപാർശകളോ സുഹൃത്ത് ബന്ധമോ കച്ചവടങ്ങളോ കൈമാറ്റങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ദിവസം, ഒന്നും ഉപകാരം ചെയ്യാത്ത ഒരു ദിവസം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കുകയും എന്ന് ഈമാനുള്ള ജനങ്ങളെ അവരെ വിളിച്ച് അള്ളാഹു കൽപ്പിക്കുകയാണ്. നിങ്ങൾ ചെലവഴിക്കൂ. വൽ കാഫിറൂന, കഫറന്റെ ഇസ്മു ഫായില് കാഫിറുൻ, കാഫിറുൻ, കാഫിറാനി, കാഫിറൂന. വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ, അതും ഇസ്മു ഫായിൽ. ളാലിമുൻ, ളാലിമാനി, ളാലിമൂന. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ സുബൈറെ? ഇങ്ങനെ എന്ത് ചെയ്യണം? ആ ഭാഗം ക്ലിയർ ചെയ്യണം. അത് എന്തിൻ്റെ അമ്രാണ്, അതിൻ്റെ മാലി എന്താണ്, അതിൻ്റെ ഏകവചനം എങ്ങനെ വരും, അതിൻ്റെ തസ്നിയ ദ്വിവചന രൂപം എങ്ങനെ വരും, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പറയാൻ പറ്റണം. ഒരു ഫീല് കണ്ടു കഴിഞ്ഞു. ഫീലുകളെ കുറിച്ചുള്ള ചർച്ച നമ്മൾ കഴിഞ്ഞു. അതിൻ്റെ ഗ്രാമർ കഴിഞ്ഞു. അതിൻ്റെ പ്രാക്ടിക്കൽ രൂപങ്ങൾ നമ്മൾ കിതാബ് ഓതുന്ന സമയത്തും ഖുർആൻ ഓതുന്ന സമയത്തും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. അടുത്ത ആയത്ത് നമുക്ക് എപ്പോഴും കേൾക്കുന്ന, നമ്മൾ കാണാതെ ചൊല്ലുന്ന ഒരായത്താണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലാ തഅഖുദുഹു. ഓതുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോളാം. ലാ തഅഖുദുഹു എന്ന് പറയും. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. തഅഖുദു, അഖദ യഅഖുദു. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. യശ്ഫഉ, ശഫഅ യശ്ഫഉ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അവിടെ നോക്കൂ നിങ്ങൾ. ലാ യുഹീതൂന, അത് മുളാരിയാണ്. അതിൻ്റെ മാദി എന്തായിരിക്കും? മാദിയായ ഫീൽ എന്തായിരിക്കും?
സുബൈർ പറ. അഹാത്ത യുഹീതു. അഹാത്ത യുഹീതു അതിന്റെ നെഗറ്റീവ് ഫോമാണ് ലാ യുഹീതു, ലാ യുഹീതാനി, ലാ യുഹീതൂന. യെസ്. അടുത്ത നോക്ക് നിങ്ങള്. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇക്റാഹ്, ഇക്റാഹ് അത് മസ്ദറാണ്. നമ്മൾ പഠിച്ച ഒരു ബാബിന്റെ മസ്ദറാണ്. ഏതാന്ന് പറയാൻ കഴിയോ? ഇക്റാഹ്, ഇഫ്ആൽ. പറയാൻ കഴിയോ? വേറെ ഇക്റാഹ്, ഇക്റാഹുൻ, ഇക്റാഹൻ, ഇക്റാഹിൻ എന്തും എങ്ങനെയും വരും സന്ദർഭം അനുസരിച്ച്. കരിഹ സുലാസി മുജറദാണ്. അതിന്റെ മസ്തർ കറാഹത്ത്, കുർഹ് എന്നൊക്കെ വരിക. ഇക്റാഹ് എന്ന് മസ്തർ വരുമ്പോ എന്തായിരിക്കും? കറകട്ടോ. ആ അക്റഹ നിർബന്ധിപ്പിച്ചു. ഇക്റാഹ് നിർബന്ധിപ്പിക്കൽ. മനസ്സിലായോ? അക്റഹ യുക്രിഹു, അക്റഹ യുക്രിഹു ഇക്റാഹൻ ഫഹുവ മുക്രിഹുൻ, വഉക്രിഹ യുക്റഹു ഇക്റാഹൻ ഫഹുവ മുക്റഹുൻ. അൽ അംറു മിൻഹു അക്രിഹ് വന്നഹ്യു ലാ തുക്രിഹ്. കേട്ടോ? അപ്പോൾ അക്റഹ യുക്രിഹു ഇങ്ങനെ മസ്തർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫീൽഡിലേക്ക് നമ്മൾ പോകണം. ഇക്റാഹ് കരിഹ എന്നുള്ളതിൽ ഇങ്ങനെ എത്തിയല്ലോ. പക്ഷെ കരിഹന്റെ മസ്തർ വരുമ്പോൾ ഇങ്ങനെയല്ല വരിക. അപ്പൊ നമ്മളിത് വേറെ ബാബിൽ ഇട്ട് കൊടുക്കുക. കരിഹന്റെ സുലാസി മജീദ് ഫിഹിയിലേക്ക് പോവുക. മജീദ് ഫിഹിയിൽ ഒന്നാമത്തെ ബാബ് അഫ്അലയാണ്. അപ്പൊ അക്റഹ, അക്റഹ യുക്രിഹു ഇക്റാഹ്. ഓക്കെ, അക്റഹ യുക്രിഹു ഇക്റാഹ് ക്ലിയർ ആണ്. ഇനി അത് ക്ലിയർ ആവില്ല വേറെ എന്തോ ആണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ മാറ്റും. ഖദ് തബയ്യന, തബയ്യന റുശ്ദു. തബയ്യന അതേതാ? സുലാസി മുജറദാണോ, മസീദ് ഫിഹി ആണോ, റുബായി ആണോ, റുബായി മസീദ് ഫിഹി ആണോ? എന്താ? ഖദ് തബയ്യന, തബയ്യന ഏത് ബാബാ? ഏത്? പറഞ്ഞോ പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ആ തഫഅല. യെസ്, ഫഅല എന്ന് പറഞ്ഞ പോലെ തോന്നി. തഫഅല, തബയ്യന, തബയ്യന യതബയ്യനു എന്നുള്ളത്. അതിന്റെ സുലാസി മുജറദിന്റെ രൂപം എന്തായിരിക്കും എന്ന് പറയാൻ പറ്റും? അതിന്റെ സുലാസി മുജറദിന്റെ രൂപം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. തഫഅലന്റെ ഫഅല എന്നാണ്. അപ്പൊ തബയ്യനന്റെ എന്തായിരിക്കും? തഫഅല എന്നുള്ളതിന്റെ ഫഅല എന്നാണ്. തകസ്സറ എന്നുള്ളതിന്റെ കസറ എന്നാണ്. അപ്പോ തബയ്യന എന്നുള്ളതിന്റെ എന്തായിരിക്കും? ബാന എന്ന വരിക. ബയന എന്നാണ് ഇത് അസ്ലി യാ ആയിരിക്കും. പക്ഷെ പറയുമ്പോൾ നമ്മള് ജാ ഷാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതേപോലെ ബാന, ബാന അതിന്റെ തഫഅല ബാബാണ് തബയ്യന. ക്ലിയർ ആണ്. അത് ബയന എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഇടയിൽ അജുവഫ് ആവുന്ന സമയത്ത് അയാൾ മറിഞ്ഞ അലിഫാവും. ബാന. ഖദ് തബയ്യന الرشد من الغي فمن يكفر
الطاغوت ويؤمن بالله فقد استمسك 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 അതേതാ ഏതിന്റെ ഇസ്തഫല ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ സുലാസി മുജറദ് രൂപം എന്തായിരിക്കും വരിക മസക്ക യെസ് മസക്ക استمسك بالعروة الوثقى لا انفصام لها والله سميع عليم والله سميع عليم لا انفصام അതായത് ഏത് ഒരു മസ്തറാണ് ഇൻഫിസാം എന്ന് പറഞ്ഞൊരു മസ്തറാണ് ഏത് ബാബിന്റെ എന്ന് പറയാൻ പറ്റും ഇൻഫിസാമു ഇൻഫിസാമുൻ എന്നുള്ളതൊരു മസ്തറാണ് ഏത് ബാബിന്റെ എന്ന് പറയാൻ പറ്റും അല്ല ഇഫ്തിയാലിലേക്ക് താവ് വേണ്ടേ ഇഫ്തിയാലിലേക്ക് എന്ത് വേണം ഇഫ്തിയാലാണെങ്കിൽ എന്ത് വേണം താവ് വേണം താവ് സായിദയാണ് സായിദ് അവിടെ കാണണം സായിദല്ലല്ലോ സായിദയായ താവില്ലല്ലോ അവിടെ സായിദ് ഉണ്ടായില്ല രണ്ടെണ്ണം രണ്ടക്ഷരം സായിദ് ഉണ്ടായില്ല ഇൻഫിസാമുൻ മുജറദ് എന്തായാലും അല്ലല്ലോ മുജറദ് എന്തായാലും അല്ല അതായിരിക്കും ഏത് ആ അതെ 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 ഇൻഫാലിന്റെ ആണ് അത് ഇൻഫാലിന്റെ മസ്തറാണ് ഇത് വരിക ഇൻഫിആൽ ഇൻഫിസാം ഇൻഫിസാം ഇൻഫിആൽ ഫസമ എന്നാണ് പേര് ഫസമ ഫഅല ഇൻഫഅല ഫസമ ഇൻഫസമ ഇൻഫിസാം ഓക്കെ അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റണം എന്താ പറഞ്ഞേ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം പറയാൻ കിട്ടണം ഒരു ഫീല് കണ്ട അതിന്റെ മുജറദ് രൂപം എന്താണ് അതിന്റെ മസ്തർ എന്താണ് ഇസ്മുഫായിൽ എന്താണ് ഇതിന്റെ ഇസ്മുഫായിൽ എന്തായിരിക്കും ഇൻഫിസാം എന്നുള്ളതിന്റെ ഇസ്മുഫായിൽ എന്തായിരിക്കും സർഫാക്കിട്ട് വരുമ്പോൾ എന്തായിരിക്കും വരിക ഇൻഫിസാം ഇസ്മുഫായിൽ എന്താ വരിക മുൻഫസിമുൻ യെസ് മുൻഫസിമുൻ മുൻഫസിമുൻ അപ്പൊ ഇൻഫസമ അപ്പൊ എന്ത് ചെയ്യുന്നത് അതിന്റെ അസിലേക്ക് വരും മസ്തർ ഇങ്ങനെയാണ് അപ്പൊ അതിന്റെ മാലി എന്താ അപ്പൊ ഇൻഫസമ ഓക്കെ ഇൻഫസമ നമ്മൾ എങ്ങനെ സർഫാക്കുക അത് ഇൻഫാല സർഫാക്കുന്ന പോലെയാണ് ഇൻഫാല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഫഅല യൻഫഇലു ഇൻഫിആലൻ ഫഹുവ മുൻഫഇലുൻ അതേപോലെ ഇൻഫസമ യൻഫസിമു ഇൻഫിസാമൻ ഫഹുവ മുൻഫസിമുൻ സുഫൈലായി